Hey my guys, let's do a wedding guest makeup look tutorial. ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇടണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ട്രഡീഷണൽ ആയിട്ടൊരു ട്യൂട്ടോറിയൽ ഇടാനും. ഞാൻ അധികം അങ്ങനത്തെ ലുക്സ് അല്ല ചെയ്യൽ. അതുകൊണ്ട് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമുക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ആക്കി വരാം. And this is the costume I preferred today for this makeup look. And it's V-neck from front and back. നമ്മളെന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ മുടിനെ ഫസ്റ്റ് നമ്മൾ ഫിക്സ് ആക്കണം. അതിന് വേണ്ടി വേണ്ടതാണ് മെയിനായിട്ടൊരു ക്ലോ ക്ലിപ്പ്. ലെറ്റ്സ് ഡു ഇറ്റ്. പോണിയല്ല, ക്ലോ ക്ലിപ്പ് സ്റ്റൈലിൽ പറയൂ. പിന്നെ ഈ ഇങ്ങനത്തെ മുടി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പിൻ ചെയ്ത് വെക്കാം. ഐ ഹാവ് ദിസ് ക്യൂട്ട് ക്ലിപ്പ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതോട് പിൻ ചെയ്യാം. ഓക്കെ, നൗ വി ക്യാൻ സ്റ്റാർട്ട് ദ മേക്കപ്പ്. അതിനു മുമ്പ് പെർഫെക്റ്റ് സ്കിൻ കെയർ ചെയ്യാമെങ്കിൽ മേക്കപ്പ് ബേസ് സൂപ്പറായിരിക്കും. കാണിച്ചു. ഫസ്റ്റ് വി ക്യാൻ യൂസ് എ സിറം. ഞാൻ ഈ ഒരു ഡെർമാക്കോന്റെ കോജിക് ആസിഡ് സിറമാണ് എടുക്കുന്നത്. ഞാൻ രാവിലെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് എമൗണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു ബേസിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ തന്നെ ലിപ് ബാം യൂസ് ചെയ്താൽ അത്ര നല്ല, നമ്മൾ ലിപ്പ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും. ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാം ആണ് യൂസ് ആക്കുന്നത്. മെയിൻ ബേസിക്കായിട്ട് വേണ്ടതാണ് സ്വന്തം സൺസ്ക്രീൻ. അണ്ടർ റേറ്റഡിൻ്റെ സൺസ്ക്രീനാണ്. ഞാൻ റിവ്യൂ അല്ല, ഇതിൻ്റെ അൺബോക്സിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൺസ്ക്രീനാണ് ഗൈസ്, നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസിന് ഇത് അടിപൊളിയാണ്. ബേസ് ഓഫ് അവർ സ്കിൻ കെയർ. ഞാൻ എക്സ്ട്രാ ലൈറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പുറത്ത് ജനാലിൻ്റെ അടുത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ സൺലൈറ്റ് മാത്രമേ. അടുത്ത ഞാനൊരു ഫൗണ്ടേഷൻ യൂസ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ പോലെ കാരമൽ സ്കിൻ കളർ ആണെങ്കിൽ ദിസ് ഫൗണ്ടേഷൻ ഈസ് സൂപ്പർ. ഫിറ്റ് മീൻ്റെ മാറ്റ് പ്ലസ് പ്രോലെസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷെയ്ഡ് നമ്പർ പറയാം. ഷെയ്ഡ് ഐ തിങ്ക് 330 എന്ന് തോന്നുന്നു. ഇതാണ് 330 ഫൗണ്ടേഷൻ. ഇയോട് തന്നെയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യൽ. ഇങ്ങനെ എടുക്കും. എനിക്ക് ഇടേണ്ട അടുത്തെല്ലാം ഫൗണ്ടേഷൻ ഇങ്ങനെ ബ്ലെൻഡാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആവും. ദിസ് ഈസ് ദ ആഫ്റ്റർ ലുക്ക് ഓഫ് ഫൗണ്ടേഷൻ. അപ്ലൈയിങ് ഫൗണ്ടേഷൻ. ആൻഡ് എൻ്റെ കണ്ണിൽ അത്ര വലിയ ഡാർക്ക് സർക്കിൾസ് ഇല്ല, അതുകൊണ്ട് ഞാൻ കൺസീലർ യൂസ് ആക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ആക്കാം. ഐ തിങ്ക് ഫേസസ് കാനഡൻ്റെ ഒരു കൺസീലർ ഉണ്ട്, ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയാണ്. ടു ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് എനിക്ക് നല്ലോണം ഫേഷ്യൽ ഹാസ് ഉണ്ട്. സോ അപ്പോൾ ബ്ലെൻഡ് ആവാൻ കുറച്ച് പണി വരും. അതുകൊണ്ടാണ് ഞാൻ കൈയോട് ബ്ലെൻഡ് ആക്കുന്നത്. നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോവാം. പിന്നെ എല്ലാവർക്കും മേക്കപ്പിൽ ഇഷ്ടമുള്ള ഒരു ഭാഗം, ഇഷ്ടമില്ലാത്തൊരു ഭാഗം ഉണ്ടാവും. എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, മീൻസ് ഐ മേക്കപ്പിൽ ഐ ഷാഡോ വലുതായിട്ട് ഇഷ്ടമല്ല. ഷിമ്മറി എല്ലാം ഞാൻ ഇടും ജസ്റ്റ് ഫോർ ഒരു കണ്ണൊന്ന് ബ്രൈറ്റ് ആവാൻ. ഐ ഷാഡോ എനിക്ക് ഇഷ്ടമല്ല, ബിക്കോസ് അത് എന്നതുകൊണ്ട് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഐ ഷാഡോ അധികം വാങ്ങലില്ല. ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യല്. അത് നല്ലതല്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യല്. അതുകൊണ്ട് ഞാൻ ഈ മെബ്ലൈൻ സെൻസേഷൻ്റെ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഐ ഷാഡോ ആയിട്ട് ഇടുന്നത്. നിങ്ങളിങ്ങനെ ഇടണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഐ ഷാഡോ പാലറ്റെല്ലാം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ദ റൈറ്റ് വേ ഫോർ ദ ഐസ്. ഇത് കുറച്ചേ ഇടൂ ഞാൻ, ഒരു കണ്ണൊന്ന് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ കണ്ണ് ഭയങ്കര ചെറുതാവും ചിരിക്കുമ്പോൾ. ഇപ്പോൾ കുറച്ചെല്ലാം ചിരിക്കുമ്പോൾ ഇത്രയും ഉണ്ടാവും. അപ്പോൾ കണ്ണിൻ്റെ മേലിലത്തൊന്നും കാണലില്ല. പക്ഷെ ഞാൻ വിങ്സ് വരയ്ക്കുമ്പോൾ ആ വിങ് മാത്രമേ കാണലുള്ളൂ. സോ ഐലൈനർ ഇടാൻ ഇഷ്ടമാണ്, ബട്ട് ഐ ഷാഡോ എൻ്റെ ഭാഗത്തുള്ള പരിപാടിയല്ല. പിന്നെ
ഹൈലൈറ്റർ പാലറ്റിന്ന് ഞാൻ മിറർ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. സോ അതുകൊണ്ടാണ് ഹൈലൈറ്റർ പാലറ്റിന്ന് ഈ ഒരു ഷെയ്ഡില്ലേ, ഈ ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചതാ. നമുക്ക് നമ്മൾ ഐലൈനർ അപ്ലൈ ചെയ്യാം. ഞാൻ എന്ത് മാറ്റിയാലും ഈ ഒരു ഡാസ്ലറിൻ്റെ ഐലൈനർ ഇതുവരെക്കും മാറ്റിയിട്ടില്ല. ഐ തിങ്ക് മാറ്റാൻ തോന്നിയിട്ടില്ല. ഇവിടെ കണ്ണടുണ്ട്, സോ അത് നോക്കിയിട്ടാണ് ഞാൻ പകുതിയും ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കണ്ട. അടുത്ത ബ്ലഷായിട്ട് ഞാൻ എടുക്കുന്ന ടിൻറ്റഡ് ലിപ് ഓയിലാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും എൻ്റെ ലിപ് പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത്രയെല്ലാം ചെയ്യുന്നത്. ഇത് ലിപ് ഓയിലാണെങ്കിലും ബ്ലഷായിട്ട് ഭയങ്കര രസമാണ്. മീൻസ് ലിക്വിഡ് ബ്ലഷില്ല. ഇത് ബ്ലൂ ഹെവൻജാണ് കേട്ടോ. കുറച്ച് അഫോർഡബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കോ. അടിപൊളിയാണ്. മീൻസ് ലിപ് ബാം പോലെ ആറ്റാവും, ലിപ് ഇതുപോലെ ആറ്റാം. കണ്ടോ പിഗ്മെൻറ്റേഷൻ. പക്ഷെ എനിക്ക് ഇത്ര പിഗ്മെൻറ്റഡ് വേണ്ടായിരുന്നു. അടുത്ത ആദ്യം ഹൈലൈറ്റർ പാലറ്റ് എടുക്കാം. ഇത് ഹുദ ബ്യൂട്ടീൻ്റെ ഹൈലൈറ്റർ പാലറ്റാണ്. കുറേ ആയി വാങ്ങി, ബട്ട് ഇതുവരെക്കും ഞാനിത് തന്നെയാണ് യൂസ് ആക്കുന്നത്. മീൻസ് ഒരു കൊല്ലമെല്ലാം ആയിട്ടുണ്ടാവും. ഹൈലൈറ്റ് ചെയ്യുന്നത് പോയിൻറ്റ്സ് ഞാനിവിടെ ഒക്കെയാണ്. മൂക്കിൻ്റെ തെല്ലിനും മൂക്കിൻ്റെ ഇവിടെയും പിന്നെ കൗളിന് ഒറ്റ ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ലേ. ആൻഡ് ഗൈസ്, നിങ്ങൾ മോയ്സ്ചറൈസർ ഇടാം. ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയതാണ് ഗൈസ് ഇടാനില്ല. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ആക്കുന്നത്. ആൻഡ് ഗൈസ്, നമുക്ക് ഐ മേക്കപ്പിലൊന്ന് മറന്നുപോയി, മസ്കാര. ഞാൻ യൂസ് ആക്കുന്ന NYBN's ഈ ഒരു മസ്കാരാണ്. അടിപൊളി മസ്കാരാണ് ഗൈസ്. നല്ല വോളിയം തരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഇതിൽ പ്രൊഡക്റ്റ് ഇല്ലാത്ത പോലെ ഉണ്ടാവും. ബട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആഫ്റ്റർ ബിഫോർ ലുക്ക്. ഈ കണ്ണ് നോക്കിയ നല്ല ഡിഫറൻസ് ഇല്ലേ. അത്ര പൈസയില്ല. അതെല്ലാം അഫോർഡബിൾ നോക്കിച്ചേ വാങ്ങാറുള്ളൂ, ബട്ട് ക്വാളിറ്റിയും നോക്കും. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ലിപ് കോംബോ ക്രിയേറ്റ് ചെയ്യാം. മാസിൻ്റെ 64 രൂപേൻ്റെ ലിപ് ലൈനറിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ച് അറിയാത്തവരോട് പറയാണ്, അടിപൊളി ലിപ് ലൈനറാണ്. പിഗ്മെൻറ്റേഷൻ ഒന്നും വരത്തില്ല. മാസിൻ്റെ പറയുമ്പോൾ തന്നെ ഭയങ്കര അതിശയമല്ല. 64 എഡ്ജസ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ലൈനറിൻ്റെ മീൻസ് മാസിൻ്റെ ഒരു കാറ്റഗറി ഉണ്ടാവില്ലേ, അങ്ങനെ 03 ആണ്. ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ തന്നെ നോൺ ട്രാൻസ്ഫർ. ദിസ് ഇസ് അവർ ഓവറോൾ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുടിയും കൂടി സെറ്റാക്കാം. ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഇങ്ങനത്തെ ഹെയർ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നെപ്പോലത്തെ ഒരാളെങ്കിലും ഉണ്ടെന്ന് അറിയാൻ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ്. ഈ മുടി ഇത്ര വരെ സ്ട്രെയിറ്റ് ആണ്. ഇവിടുന്ന് കുറച്ച് വേവി വന്ന് താഴെ കേളി. 3 ടൈപ്പ് ഓഫ് ഹെയർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെയറാണ് എൻ്റെ. ലക്കിന്ന് ചോദിച്ചാൽ അല്ല, ഇത് സ്റ്റൈൽ ചെയ്യാൻ നല്ല കഷ്ടപ്പാടാണ്. ഒന്ന് അയച്ചിടാൻ പോലും പറ്റില്ല നേരെ. പിന്നെ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. പിന്നെ എല്ലാവരും ഗ്രാൻഡായിട്ട് പോവാം എല്ലാ ഫങ്ഷൻസിനും. പിന്നെ ദിസ് ഈസ് ദ ഓവറോൾ ലുക്ക്. ഞാനൊരു ഐ ഷാഡോ പോലും യൂസ് ചെയ്യാത്തതാണ് ഇത്ര ഒരു ഗ്ലിമറി ലുക്കെല്ലാം ചെയ്ത്. സാധനങ്ങളും
ഭയങ്കര അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് മീൻസ് ഒരു സാധനത്തിന് തന്നെ ഒരു 200, 250 ഇതിൻ്റെ മേലെ പോകുന്ന റേറ്റിനുള്ള പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഉള്ളത് തന്നെ ഐ തിങ്ക് ഒന്ന് ഹൈലൈറ്റർ ആയിരിക്കും, പിന്നെ ഒന്നുമില്ല. എല്ലാം അത്ര ആ ഒരു റേഞ്ചിന് അണ്ടർ 300. ഇതിന് മാത്രം ഐ തിങ്ക് 400 സംതിങ്. സോ നിങ്ങൾക്കും വാങ്ങാം, എല്ലാം ട്രൈ ചെയ്യാം. ആൻഡ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. സോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡു കമൻറ്റ് ആൻഡ് ഐ എം സൈനിങ് ഓഫ്. ഇത്രയേ ഉള്ളൂ, ബൈ. साहिबा आए घर काहे ना, ऐसे तो सताए ना.